ഷിബി ചക്രവർത്തിയുടെ കഥ. പണ്ട് ധീരനും ദയാലുവും സമദൃഷ്ടിയുമായി ഷിബി എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ഉഷീനര മഹാരാജാവിൻ്റെ പുത്രനായിരുന്നു അദ്ദേഹം. പ്രജകളെ ജീവനു തുല്യം സ്നേഹിച്ച ധർമ്മിഷ്ഠൻ. നീതിക്കും ധർമ്മത്തിനും പര്യായമെന്ന പോലെ 14 ലോകങ്ങളിലും പ്രശസ്തനായി തീർന്ന ഷിബിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ദേവരാജാവായ ദേവേന്ദ്രന് തോന്നി. ഇന്ദ്രദേവനും അഗ്നിദേവനും കൂടി ഷിബിയെ പരീക്ഷിക്കുവാനെത്തി. ഇന്ദ്രൻ ഒരു പരുന്തിൻ്റെ രൂപം സ്വീകരിച്ചു, അഗ്നിദേവൻ ഒരു മാടപ്രാവിൻ്റെയും. ഷിബി രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കെ സഭാമണ്ഡപത്തിലൂടെ ചിറകിട്ടടിച്ചു പറന്ന് ഒരു പ്രാവ് രാജാവിൻ്റെ മടിയിൽ വന്നു വീണു. അപ്പോഴേക്കും പ്രാവിൻ്റെ പിന്നാലെ ഒരു പരുന്തും പറന്നെത്തി. പ്രാവിനെ പിടിക്കുവാൻ ശ്രമിച്ച പരുന്തിനെ രാജാവ് തടസ്സപ്പെടുത്തി. കുപിതനായ പരുന്തു പറഞ്ഞു, "ഈ പ്രാവ് എൻ്റെ ഇരയാണ്, അതിനെ എനിക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ ഞാൻ വിശന്ന് മരിക്കും." രാജാവ് പറഞ്ഞു, "ആർത്തത്രാണനമാണ് ക്ഷത്രിയധർമ്മം. എന്നെ അഭയം പ്രാപിക്കുന്ന ഒന്നിനെയും ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ ഇതിനെ നിനക്ക് തിന്നുവാൻ വിട്ടുതരികയില്ല. ഇതിനെ ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ രാജ്യത്തിന് നാശമേ ഉണ്ടാവുകയുള്ളൂ. മഴ പെയ്യാതെയാകും, വിളകൾ നശിക്കും, രാജ്യമാകെ ക്ഷാമം വരും, പല പ്രതിസന്ധികളും പ്രജകൾ അനുഭവിക്കേണ്ടി വരും. ഒടുവിൽ ഞാൻ നരകത്തിലേക്കും പോകേണ്ടി വരും. ഒന്നിൻ്റെ ഭക്ഷണം മുടക്കി മറ്റൊന്നിനെ മരിക്കുവാൻ അനുവദിക്കുന്നത് രാജധർമ്മമാണോ? പ്രാവ് എൻ്റെ ഭക്ഷണമാണ്. എൻ്റെ ഭക്ഷണം പിടിച്ചു പറിക്കുന്നത് അങ്ങേക്ക് ചേർന്ന പ്രവൃത്തിയല്ല," പരുന്തു പറഞ്ഞു. രാജാവ് ചോദിച്ചു, "ഈ പ്രാവിനെ തന്നെ തിന്നണമെന്ന് എന്തിനാണ് നീ നിർബന്ധം പിടിക്കുന്നത്? പ്രാവിന് പകരം അത്രയും തൂക്കം മാംസം ഞാൻ എൻ്റെ ശരീരത്തിൽ നിന്നും മുറിച്ചു തരാം. അത് ഭക്ഷിച്ച് നീ വിശപ്പടക്കുക." പരുന്ത് അത് സമ്മതിച്ചു. "ശരി, പ്രാവിൻ്റെ തൂക്കം മാംസം എനിക്ക് തൂക്കിത്തരൂ, ഞാൻ സംതൃപ്തിപ്പെട്ടുകൊള്ളാം." രാജാവ് തൻ്റെ ഭടനോട് ഒരു ത്രാസ് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. രാജാവ് പ്രാവിനെ ത്രാസിൻ്റെ ഒരു തട്ടിൽ നിർത്തി. ഉടവാളൂരി സ്വന്തം തുടയിലെ മാംസം മുറിച്ചെടുത്തു ത്രാസിൻ്റെ മറുതട്ടിൽ വച്ചു. എത്രമാത്രം മാംസം മുറിച്ചു വെച്ചിട്ടും പ്രാവിൻ്റെ അത്രയും തൂക്കം വരുന്നില്ലെന്ന് കണ്ട ഷിബി സ്വന്തം ശരീരം മുഴുവനും പരുന്തിനായി കൊടുക്കുവാൻ ഭാവിച്ചു. അത്രയുമായപ്പോൾ പരുന്തും പ്രാവും അവരുടെ സ്വന്തം രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ മുന്നിൽ കണ്ട ഇന്ദ്രദേവനെയും അഗ്നിദേവനെയും രാജാവ് കാൽക്കൽ വീണ് നമസ്കരിച്ചു. അവർ ഷിബിയുടെ ധർമ്മബോധത്തിലും ദാനശീലത്തിലും അചഞ്ചലമായ ധൈര്യത്തിലും സംതൃപ്തരായി അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അഭീഷ്ടസിദ്ധിക്ക് ധാരാളം വരങ്ങൾ നൽകുകയും ചെയ്തു. Thank you and subscribe for more videos.